അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബിക് ഗ്രാമർ പഠനത്തിലെ 70-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നഹ്വുൽ വാളിഹിൻ്റെ ഇബ്തിദാഇയ്യയുടെ 3-ാം ഭാഗത്തിലെ ലമാഇറു റഫ്ഇൽ ബാരിസ അൽ മുത്തസില ബിൽ അഫ്ആൽ എന്ന പാഠമാണ്. അഥവാ ക്രിയകളോട്, അതായത് ഫിഅലുകളോട് ചേർന്ന് വരുന്ന റഫ്ഇൻ്റെ സർവനാമങ്ങൾ എന്ന പാഠമാണ്. ഈ പാഠം നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ് ലമീർ, എന്താണ് ബാരിസത്ത്, എന്താണ് മുത്തസിലത്ത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ ആദ്യം നമ്മൾ ദൂരീകരിച്ചിട്ട് വേണം ഈ പാഠഭാഗം പഠിക്കാൻ. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആദ്യമായിട്ട് എന്താണ് ലമീർ, എന്തൊക്കെയാണ് ലമീറിൻ്റെ ഇനങ്ങൾ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ആദ്യമായിട്ട് എന്താണ് ലമീർ, സർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. അൽ-ലമീറു ഹുവ കലിമത്തുൻ തഅതി ബദലൻ മിനൽ ഇസ്മി. ലമീർ എന്ന് പറഞ്ഞാൽ ഇസ്മിന് ബദലായിട്ട് വരുന്ന കലിമത്തുകളാണ്, പദങ്ങളാണ്. ഉദാഹരണത്തിന് ഹുവ, അവൻ, ഹുമാ, ഹും, ഹിയ എന്നിങ്ങനെയുള്ള പദങ്ങൾക്കാണ് നമ്മൾ ലമീറുകൾ, ലമാഇറുകൾ അഥവാ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ലമീറിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലമീറുൽ മുത്തസിൽ, ആദ്യമായിട്ട് ലമീറിൻ്റെ ഇനങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ലമീറുൽ മുത്തസിൽ എന്നതാണ്. എന്താണ് ലമീറുൽ മുത്തസിൽ? ഹുവല്ലദീ യത്തസിലു ദായിമൻ ബികലിമത്തിൻ ഉഖ്റ ഖബ്ലഹു. തൊട്ട് മുമ്പുള്ള കലിമത്തിലേക്ക് ഒട്ടിപ്പിടിച്ച് ചേർന്ന് വരുന്ന ലമീറുകളാണ് ലമീർ മുത്തസിൽ എന്ന് പറയുന്നത്. ലമീർ മുത്തസിൽ, മുൻഫസിൽ എന്നിങ്ങനെ രണ്ടായിട്ട് ആദ്യം നമുക്ക് തരംതിരിക്കാം. അതിൽ മുത്തസിൽ എന്ന് പറയുന്നത് തൊട്ടു മുൻപത്തെ കലിമത്തിനോട് ചേർന്ന് വരുന്ന ലമീറുകൾ. ഉദാഹരണം പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫഹിംതു. ഫഹിംതു എന്നതിലെ തു എന്ന് പറയുന്നത് ലമീറാണ്. അത് ഫഹിമ എന്ന് പറയുന്ന ഫിഅലിലേക്ക് ചേർന്നു വന്നു. അതുകൊണ്ട് തന്നെ തു എന്ന് പറയുന്ന ആ അക്ഷരം ലമീർ മുത്തസിലാണ്. മറ്റൊരു ഉദാഹരണം ഫഹിമാ. ഫഹിമ എന്ന് പറയുന്നത് അവർ രണ്ടുപേർ ഗ്രഹിച്ചു, മനസ്സിലാക്കി എന്നർത്ഥം. അപ്പോൾ ഫഹിമ എന്ന് പറയുന്നതിലെ ഫഹിമ എന്ന് പറയുന്ന അലിഫ്, അതിൻ്റെ പേര് അലിഫുൽ ഇസ്നൈൻ. ആ അലിഫുൽ ഇസ്നൈനിയാണ് അവിടുത്തെ ലമീർ. അത് ഫഹിമ എന്ന് പറയുന്ന ഫിഅലിലേക്ക്, കലിമത്തിലേക്ക് ചേർന്നു വന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ അലിഫുൽ ഇസ്നൈൻ അത് ലമീർ മുത്തസിൽ എന്ന് പറയും. ഇനി രണ്ടാമത്തേത് ലമീർ മുൻഫസിലാണ്. ലമീർ മുത്തസിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ലമീർ മുൻഫസിൽ. ഉദാഹരണത്തിന് അന, നഹ്നു, ഹുവ, ഹുമ എന്നൊക്കെ നമ്മൾ പറയുന്നത് അത് മറ്റൊന്നിനോട് ചേർന്നു വരാതെ വേറിട്ട് നിൽക്കുന്ന അതിനാണ് ലമീർ മുൻഫസിൽ എന്ന് പറയുന്നത്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇനി ലമീർ ബാരിസ്, മുസ്തത്തിർ എന്നിങ്ങനെ രണ്ടായിട്ടും ലമീറിനെ നമുക്ക് തരംതിരിക്കാം. അപ്പോൾ ലമീർ ബാരിസ് എന്ന് പറയുന്നത് എന്താണ്? ഹുവല്ലദി ലഹു സൂറത്തുൻ ലാഹിറത്തുൻ ഫിൽ ലഫ്ളി വൽ കിതാബ. എഴുത്തിലും ഉച്ചാരണത്തിലും വളരെ പ്രകടമായ ഒരു രൂപം, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന ലമീറുകളാണ് ലമീർ ബാരിസ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുമ്പോൾ അന ആതീക ബിഹി, ഞാൻ അത് നിനക്ക് കൊണ്ടുവന്ന് നൽകാം. അതിലെ അന എന്ന് പറയുന്നത് ബാരിസാണ്. അത് നമുക്ക് പുറത്തേക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട്. ആതീക എന്നതിലെ കാഫ് അത് ലമീറാണ്. ആ ലമീർ നമുക്ക് പുറത്ത് കാണുന്നുണ്ട്. അത് മുത്തസിലാണ്, എന്നാലും അതിനെ നമുക്ക് ബാരിസായിട്ട് പുറത്ത് കാണുന്നുണ്ട്. മുത്തസിലാണ്, അതോടൊപ്പം അത് ബാരിസുമാണ്. ബിഹി എന്ന് പറയുന്നതിലെ ഹാ അത് ലമീറാണ്. അത് ബി എന്നതിലേക്ക് മുത്തസിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ബാരിസാണ് ലമീർ. ഇനി നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ലമീർ മുസ്തതിറാണ്. ബാരിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് മറഞ്ഞു നിൽക്കുന്ന ലമീറാണ്. ഹുവല്ലദി ലൈസ ലഹു സൂറത്തുൻ ലാഹിറത്തുൻ ഫിൽ ലഫ്ളി വൽ കിതാബ. എഴുത്തിലും ഉച്ചാരണത്തിലും പുറത്തേക്ക് നമുക്കൊരു തരത്തിലും കാണാൻ കഴിയാത്തത്, എന്നാൽ ഉള്ളിൽ മുസ്തത്തിർ എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്നത്, ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ലമീർ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഉക്തുബ്,
ഉക്തുബ് എന്ന് നമ്മൾ പറയുമ്പോൾ നീ എഴുത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉക്തുബ് അൻത എന്നതാണ്. അൻത എന്ന് പറയുന്ന ലൊമീർ അതിൻ്റെ ഉള്ളിൽ മുസ്തത്തിറായി കിടക്കുകയാണ്. അപ്പോൾ അതാണ് ലൊമീർ മുസ്തത്തിർ. അപ്പോൾ ലൊമീർ എന്താണ്, ലൊമീർ മുത്തസിൽ എന്താണ്, ലൊമീർ മുൻഫസിൽ എന്താണ്, ബാരിസ് എന്താണ്, മുസ്തത്തിർ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ലമാഇറു റഫ് അൽ ബാരിസ അൽ മുത്തസില ബിൽ അഫ്ആലി, ഫിഅലുകളോട് ക്രിയകളോട് ചേർന്നു വരുന്ന റഫ്ഇൻ്റെ എന്ന് പറയുമ്പോൾ ഉകാരത്തിൻ്റെ റഫ്ഇൻ്റെ ബാരിസായ ലൊമീറുകൾ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാനുള്ളത്. അത് ഖായിദയിലൂടെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം. ലമാഇറു റഫ്ഇൽ ബാരിസ അൽ മുത്തസില ബിൽ അഫ്ആൽ, ക്രിയകളോട് അഥവാ ഫിഅലുകളോട് മുത്തസിലായി, നമ്മൾ നേരത്തെ പറഞ്ഞു മുൻഫസിൽ ഏതാണ് മുത്തസിൽ ഏതാണ്. അപ്പോൾ ഫിഅലുകളോട് മുത്തസിലായി വരുന്ന റഫ്ഇൻ്റെ, നസ്ബിൻ്റെ അല്ല, റഫ്ഇൻ്റെ ബാരിസായ അഥവാ പ്രകടമായ ലൊമീറുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി ഫിഅൽ മാദിയിൽ ഏതൊക്കെയാണ് എന്നാണ്. ഇതിൻ്റെ ഖായിദ നമുക്ക് പരിശോധിക്കാം. ലമാഇറു റഫ്ഇൽ ബാരിസത്തുല്ലത്തി തത്തസിലു ബിൽ മാദി, മാദിയായ ക്രിയകളോട് ചേർന്ന് വരുന്ന റഫ്ഇൻ്റെ ബാരിസായ, മുസ്തത്തിറല്ല ബാരിസായ ലമീർ ഏതൊക്കെയാണ്? ഹിയ അത്താഉ, ഒന്നാമത്തേത് ത ആണ്. വന്നാ, രണ്ടാമത്തേത് നാ എന്ന അക്ഷരമാണ്. മൂന്നാമത്തേത് അലിഫുൽ ഇസ്നൈൻ, മൂന്നാമത്തേത് അലിഫുൽ ഇസ്നൈനിയാണ്. നാലാമത്തേത് വാവുൽ ജമാഅയാണ്. അഞ്ചാമത്തേത് നൂനുൻ നിസ്വയാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്ന് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. 5 ഉദാഹരണങ്ങളാണ്. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ഫിഅൽ മാദിയിലെ റഫ്ഇൻ്റെ മുത്തസിലായ ഫീലിലേക്ക് ഇത്തിസാലായി മുത്തസിലായി വരുന്ന അതിൻ്റെ ലമീറിൽ ഒന്നാമത്തേത് ത ആണ്. ഉദാഹരണത്തിന് ഫഹിംതു ദുറൂസി, എൻ്റെ പാഠഭാഗം എനിക്ക് മനസ്സിലായി എന്നർത്ഥം. അപ്പോൾ ഫഹിംതു എന്നതിലെ തു എന്ന ത ആണ് അവിടുത്തെ ലമീർ ബാരിസ മുത്തസില ആയി വന്നിട്ടുള്ളത്. ഓക്കെ. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞു നാ എന്നതാണ്. ഉദാഹരണത്തിന് ഫഹിംന എന്ന് പറയുന്നതാണ് അവിടെ, ഫഹിംന എന്ന് പറയുന്നതാണ് അവിടുത്തെ, ന എന്ന് പറയുന്നതാണ് അവിടുത്തെ ലമീർ. മൂന്നാമത്തേത് അത്തിൽമീദാനി ഫഹിമാ ദുറൂസഹുമ, അവിടെ ഫഹിമാ എന്നതിലെ ആ അലിഫിനാണ് അലിഫുൽ ഇസ്നൈൻ അഥവാ ദ്വിവചനത്തെ സൂചിപ്പിക്കുന്ന അലിഫ്, അലിഫുൽ ഇസ്നൈൻ. അത്തിൽമീദാനി ഫഹിമാ ദുറൂസഹുമ, 2 വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠഭാഗം മനസ്സിലായി അല്ലെങ്കിൽ അവർ ഗ്രഹിച്ചു എന്നർത്ഥം. ഫഹിമ എന്നതിൽ അലിഫിനാണ് അലിഫുൽ ഇസ്നൈൻ എന്ന് പറയുന്നത്, അതാണ് അവിടുത്തെ ലമീർ. മൂന്നാമത്തേത് അത്തലാമീദു ഫഹിമു ദുറൂസഹും, തലാമീദ് എന്നുള്ളത് തിൽമീദ് എന്നതിൻ്റെ ബഹുവചനം. വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ പാഠഭാഗങ്ങൾ മനസ്സിലായി, അവർ മനസ്സിലാക്കി ഗ്രഹിച്ചു എന്നർത്ഥം. ഫഹിമു എന്നതിൽ കാണുന്ന ആ വാവ്, ദീർഘത്തിൻ്റെ ആ വാവാണ് വാവുൽ ജമാഅ അഥവാ ബഹുവചനത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാവ്. ആ വാവുൽ ജമാഅയാണ് അവിടുത്തെ റഫ്ഇൻ്റെ ലമീർ ബാരിസയായിട്ട് വന്നിട്ടുള്ളത്. ഇനി അവസാനമായിട്ട് ഫിഅൽ മാദിയിൽ വരുന്ന അവസാനത്തെ റഫ്ഇൻ്റെ ലമീറിൽ അവസാനം വരുന്നത് നൂനാണ്. അത്തിൽമീദാത്തു ഫഹിംന ദുറൂസഹുന്ന, വിദ്യാർത്ഥിനികൾക്ക് അവരുടെ പാഠഭാഗം മനസ്സിലായി. ഫഹിംന എന്ന് പറയുന്ന ആ നൂനിൻ്റെ പേരാണ് നൂനുൻ നിസ്വ അഥവാ സ്ത്രീകളെ കുറിക്കുന്ന നൂന്. അപ്പോൾ ഇതാണ് ഫിഅൽ മാദിയിലെ ലമാഇറു റഫ്ഇൽ ബാരിസ അൽ മുത്തസില ബിൽ അഫ്ആലിൽ മാദിയ. ഇനി വരുന്നത്, ഇനി നമുക്ക് ഖായിദയിലേക്ക് വരികയാണെങ്കിൽ ലമാഇറു റഫ്ഇൽ ബാരിസ അല്ലത്തി തത്തസിലു ബിൽ മുളാരിഇ വൽ അംരി, അംറു ഫിഅലിലും മുളാരിയായ ഫീലുകളോടും ചേർന്നു വരുന്ന ബാരിസായ പ്രകടമായ
റഫ്ഇൻ്റെ ലമീറുകൾ ഏതൊക്കെയാണ്? ഹിയ യാ ഉൽ മുഖാത്തബ, ഒന്നാമത്തേത് യാ ഉൽ മുഖാത്തബയാണ്. വ അലിഫുൽ ഇസ്നൈൻ, അലിഫുൽ ഇസ്നൈനിയാണ്. മൂന്നാമത്തേത് വാവുൽ ജമാഅത്തിൻ്റെ വാവാണ്. വനൂനുൻ നിസ്വ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് വരാം. അൻതി തഫ്ഹമീന ദുറൂസക്കി, അപ്പോൾ സ്ത്രീകളോടാണ്, ഒരു ഏകവചനം സ്ത്രീയോടാണ് പറയുന്നത്. അൻതി തഫ്ഹമീന ദുറൂസക്കി, നീ നിൻ്റെ പാഠഭാഗം മനസ്സിലാക്കുന്നു. അപ്പോൾ തഫ്ഹമീന എന്ന് പറയുന്ന ആ യാനാണ് യാ ഉൽ മുഖാത്തബ എന്ന് പറയുന്നത്. ആ തഫ്ഹമീനയിലെ യാ ആണ് അവിടുത്തെ ളമീർ റഫ് അൽ ബാരിസ് അൽ മുത്തസില ബിൽ ഫിഅലിൽ മുളാരിഇ. ആ തഫ്ഹമീന എന്ന് പറയുന്ന ഫിഅലുൽ മുളാരിഇലെ യാ ആണ്, യാ ഉൽ മുഖാത്തബയാണ് അവിടുത്തെ ഈ ളമീറിൻ്റെ ളമീർ. രണ്ടാമത്തേത് അൽ വലദാനി യഫ്ഹമാനി ദുറൂസഹുമ, അൽ വലദാനി യഫ്ഹമാനി ദുറൂസഹുമ, രണ്ട് വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ പാഠഭാഗം അവർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നിടത്തുള്ള ഇഫ്ഹമാനി എന്നതിലെ ആ അലിഫാണ് അവിടെ അലിഫുൽ ഇസ്നൈൻ എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ ലമീർ. അത് പ്രകടമായിട്ട് പുറത്തേക്ക് കാണുന്നു. അതോടൊപ്പം തന്നെ ഇഫ്ഹമു എന്ന് പറയുന്ന ഫീലിലേക്ക് മുത്തസിലായിട്ടുമാണ് വരുന്നത്. മൂന്നാമത്തേത് അൻതും തഫ്ഹമൂന ദുറൂസക്കും, നിങ്ങളുടെ പാഠഭാഗം മനസ്സിലാക്കുന്നു. തഫ്ഹമൂന എന്ന് പറയുന്ന ഫിഅലിലെ ആ വാവാണ് അവിടുത്തെ വാവുൽ ജമാഅ, അതാണ് അവിടുത്തെ ലമീറു റഫ് അൽ ബാരിസ് അൽ മുത്തസില ബിൽ ഫിഅലിൽ മുളാരിഇ. നാലാമത്തേത് അൽ ബനാത്തു യഫ്ഹംന, അൽ ബനാത്തു യഫ്ഹംന ദുറൂസഹുന്ന, വിദ്യാർത്ഥിനികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരുടെ പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്ന യഫ്ഹംന എന്ന് പറയുന്ന ഫിഅലിലെ ആ നൂനാണ് നൂനുൻ നിസ്വ. നമ്മൾ നേരത്തെ പറഞ്ഞു അത് മുളാരിഇലെ നൂനുൻ നിസ്വ ഇതാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ലമീർ. ഇനി അംറ ഫീലിലേക്ക് വരികയാണെങ്കിൽ ഇഫ്ഹമീ എന്ന് പറയുന്നത് യാ ഉൽ മുഖാത്തബ. അതുപോലെ ഇഫ്ഹമാ, നിങ്ങൾ രണ്ടുപേർ മനസ്സിലാക്കുക. ഇഫ്ഹമീ ദുറൂസക്കി, നീ നിൻ്റെ പാഠഭാഗം മനസ്സിലാക്കുക എന്നൊരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് പറയുമ്പോൾ, ഇഫ്ഹമാ ദുറൂസഖുമ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ പാഠഭാഗം മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവിടെ അലിഫുൽ ഇസ്നൈനി, ഇഫ്ഹമാ എന്ന് പറയുന്ന മീമിനോട് ചേർന്ന് വരുന്ന അലിഫാണ് അലിഫുൽ ഇസ്നൈൻ. മൂന്നാമത്തേത് ഇഫ്ഹമൂ ദുറൂസക്കും, നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗം മനസ്സിലാക്കുക. ഒരുപാട് ആളുകളെ വിളിച്ചിട്ടാണ് പറയും ഇഫ്ഹമൂ, നിങ്ങൾ മനസ്സിലാക്കുക, ദുറൂസക്കും, നിങ്ങളുടെ പാഠഭാഗങ്ങൾ. ഇഫ്ഹമൂ എന്ന് പറയുന്നതിലെ ആ വാവാണ് അവിടെ വാവുൽ ജമാഅ. നാലാമത്തേത് ഇഫ്ഹംന ദുറൂസകുന്ന, ഒരുപാട് സ്ത്രീകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പെൺകുട്ടികളെ മുഅന്നസ് ജംഅനെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു കാര്യം കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഫ്ഹംന, നിങ്ങൾ മനസ്സിലാക്കുക, ദുറൂസകുന്ന, നിങ്ങളുടെ പാഠഭാഗങ്ങളെ. ഇഫ്ഹംന എന്ന് പറയുന്നതിലെ ആ നൂനാണ് നൂനുൻ നിസ്വ. ഇന്നത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. ലമാഇറു റഫ് അൽ ബാരിസ അൽ മുത്തസില ബിൽ അഫ്ആൽ.